ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മൾ വാട്സപ്പിൻ്റെ ചാറ്റ്സിനെ ഹൈഡ് ചെയ്തിട്ട് അൺഹൈഡ് എങ്ങനെ ചെയ്യാം നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ചാറ്റ്സ് വന്നിട്ട് ഹൈഡ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഈ 2 ചാറ്റ്സ് വന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1, 2. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ചാറ്റ്സ് വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിത് 2 സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോക്ക് ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളെ സ്ക്രീൻ ലോക്ക് സെറ്റ് ചെയ്യണം. അതിൽ ഫിംഗർ പ്രിൻറ്റും പാസ്വേഡ് സെറ്റ് ആക്കണം. ഓക്കെ അടിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്ങിൽ പോകുക. സെറ്റിങ്ങിൽ വന്ന ശേഷം കുറച്ച് സ്ക്രോൾ ചെയ്യുക. നിങ്ങൾക്കിവിടെ ലോക്ക് സെറ്റ് ചെയ്യണം. നിങ്ങളെ സെറ്റിംഗ് വേറെ ആയിരിക്കും. സോ ഞാനിവിടെ ഫസ്റ്റ് ലോക്ക് സെറ്റ് ചെയ്യാം. സോ ഞാൻ സിമ്പിളായിട്ടൊരു പാറ്റേൺ ലോക്ക് കൊടുക്കുക. അതിനുശേഷം ഫിംഗർ പ്രിൻറ്റും ഉണ്ടെങ്കിൽ അതും കൂടെ സെറ്റായി കൊടുക്കുക. ഓക്കെ, ഞാൻ പാസ്വേഡും ഫിംഗർ പ്രിൻറ്റും സെറ്റാക്കി. ഇനി വാട്സപ്പ് പേജിലേക്ക് പോകാം. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു 2 ചാറ്റ്സിനെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോക്ക് ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആ സ്ക്രീൻ ലോക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളെ ചാറ്റ് വന്നിട്ട് ലോക്കായി. അതേപോലെ മുകളിൽ വന്നിട്ട് ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് കിടക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആ ചാറ്റ്സിനെ ഹൈഡ് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്ന് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഹൈഡ് ചെയ്യുമ്പോൾ ഒരു കോഡ് വന്നിട്ട് സെറ്റ് ചെയ്യണം. ഈ കോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ചാറ്റ്സിനെ വന്നിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കോഡ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് സീക്രട്ട് കോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പേരോ അതോ എന്തെങ്കിലും നമ്പർ വെച്ച് കൊടുക്കാം. അത് വന്നിട്ട് നിങ്ങൾ മറക്കാൻ പാടില്ല. മറന്നാൽ നിങ്ങളുടെ ഡാറ്റ വന്നിട്ട് ലോസ് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഈ കോഡിനെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുക. എവിടെയെങ്കിലും ഡയറിയിലോ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഞാനിവിടെ ജസ്റ്റ് ചാറ്റ്സ് എന്ന് ഞാൻ കൊടുത്തു. സിമ്പിളായിട്ടൊരു ചാറ്റ്സ് എന്ന് ഞാൻ കൊടുത്തു. നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ വീണ്ടും ആ കൺഫേം കോഡ് ചോദിക്കുന്നു. ആ സെയിം കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡൺ എന്ന് കൊടുക്കുക. നിങ്ങളിവിടെ ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റലിൽ നിന്ന് ടൈപ്പ് ചെയ്യണം. സ്മോൾ ആണെങ്കിൽ സ്മോൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, കറക്റ്റായിട്ട് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, നമ്മൾ ആ ലോക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡായി. സോ അവിടെ മുകളിൽ കാണുമ്പോൾ നമുക്ക് കാണാനും പറ്റൂല. നമ്മൾ എവിടെ സെർച്ച് ചെയ്താലും തിരക്കിയാലും ആ ചാറ്റ്സ് വന്നിട്ട് കിട്ടൂല. ഓക്കെ, സോ നമ്മൾ കൊടുത്ത സീക്രട്ട് കോഡ് തന്നെ നമുക്ക് ഇവിടെ മുകളിൽ കാണുന്ന ഈ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അതേപോലെ നമുക്ക് ആ ചാറ്റ്സ് വന്നിട്ട് അൺഹൈഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കോഡ് വന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. എൻ്റെ സീക്രട്ട് കോഡ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ നമ്മളെ ചാറ്റ്സ് വന്നിട്ട് കാണാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തത് അവിടെ സി വന്നിട്ട് സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇപ്പം കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റലാണ്. സോ അതുകൊണ്ടാണ് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാണ് ആ ഹൈഡായിരിക്കുന്ന ചാറ്റ് വന്നിട്ട് കാണാൻ പറ്റൂല. ഓക്കെ, സോ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കണം. ഇവിടെ സ്മോൾ ലെറ്റർ സി കണ്ടോ, ഞാൻ കറക്റ്റ് സ്പെല്ലിംഗ് അടിച്ചപ്പോൾ തന്നെ ഇവിടെ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന് വന്നു. സോ അതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ആ 2 ചാറ്റ്സ് വന്നിട്ട് കിടക്കുന്നുണ്ട്. സോ അതിനെ അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ചാറ്റ് ലോക്ക് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് ലോക്ക്ഡ് ചാറ്റ്സിൽ ഇതിനെ ഓഫ് ചെയ്യുക. സോ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഈ ചാറ്റ് വന്നിട്ട് അൺഹൈഡായി. സോ ബാക്ക് അടിക്കുക. ഹൈഡായ ലോക്ക്ഡ് ചാറ്റ് വന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സീക്രട്ട് കോഡ് വന്നിട്ട് ടേൺ ഓഫ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലോക്ക്ഡ് ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഫിംഗർ പ്രിൻറ്റും സീക്രട്ട് കോഡ് ചോദിക്കും. അതും ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ചാറ്റ് ലോക്ക് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സീക്രട്ട് കോഡ് ഓൺ ആയിട്ടുണ്ടാവും. അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്ത സീക്രട്ട് കോഡ് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് ടേൺ ഓഫ് എന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്ക് അടിക്കുക. ആ ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ ലോക്ക്ഡ് ചാറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ സീക്രട്ട് കോഡ് വീണ്ടും ചോദിക്കും. അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ സീക്രട്ട് കോഡ് ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്യുക. കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇനി ഈ ലോക്കിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അൺലോക്ക് ചാറ്റ്സും കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് സീക്രട്ട് കോഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ സീക്രട്ട് കോഡ് ഇട്ട് കൊടുക്കാം. കണ്ടിന്യൂ എന്ന് കൊടുക്കുക.
ഇനി ബാക്ക് അടിക്കുക. സോ ആ 2 ചാറ്റ്സ് വന്നിട്ട് നമുക്ക് ഫ്രണ്ട് പേജിൽ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് മെത്തേഡ് വന്നിട്ട് നിങ്ങളെ സീക്രട്ട് ചാറ്റ്സ് വന്നിട്ട് മറന്നുപോയി. ആ ചാറ്റ്സിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല, അതിനെ കാണാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സമയത്തിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്ങിൽ പോവുക, ഇവിടെ പ്രൈവസിയിൽ പോവുക, താഴോട്ട് സ്ക്രോൾ ചെയ്യുക, ഇവിടെ ചാറ്റ് ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അൺലോക്ക് ആൻഡ് ക്ലിയർ ലോക്ക്ഡ് ചാറ്റ്സിനും ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ലോക്ക്ഡ് ചാറ്റ്സ് മൊത്തം മാറ്റണമെങ്കിൽ ആ പേഴ്സന്റെ ചാറ്റിന്റെ ഹിസ്റ്ററിയും വീഡിയോസും ഫോട്ടോസും എല്ലാം ഇറേസ് ആയി ഫ്രഷ് പേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആവും. സോ അങ്ങനെ ആണെങ്കിൽ മാത്രം തന്നെ നിങ്ങൾ അൺലോക്ക് ആൻഡ് ക്ലിയർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്യേണ്ട ഓപ്ഷനാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, അങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്ന പേഴ്സന്റെ ചാറ്റ് ഹിസ്റ്ററി മാത്രം തന്നെ ക്ലിയർ ആവും. സോ അത് വന്നിട്ട് ഫ്രഷ് പേജ് ആയിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആവും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. അത്രയും ബൈ.